സിനിമ സെറ്റുകളിൽ ഈ സൗഹൃദം എങ്ങനെയാണ് വളർന്നത്? ഒരു സിനിമ കഴിഞ്ഞാൽ സാധാരണ ആ ഒരു റിലേഷൻഷിപ്പ് പിന്നെ അടുത്ത സിനിമയിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിൽ അത് ഇപ്പൊ വളരെ കുറവാണത്. മുമ്പൊക്കെ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഫാമിലി പോലെ വർക്ക് ചെയ്തു. ശ്രീകണ്ഠനൊക്കെ നമ്മുടെ ചേട്ടനാണോ അപ്പനാണോ അനിയനാണോ എന്നൊക്കെ തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അന്ന്. മുകേഷ് ആണെങ്കിലും ജഗദീഷ് ആണെങ്കിലും സിദ്ദിഖ് ആണെങ്കിലും അശോകൻ, അങ്ങനെ അത് ഭയങ്കര രസമാണ്. അതല്ലാതെ വിട്ട് നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട് അതിനകത്തേക്ക് അങ്ങോട്ട് പെടാത്ത. അതല്ലാത്തവരോടും നമ്മൾ വളരെ സൗഹൃദത്തോടെ പെരുമാറി. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളത്, ഈ കൊടുത്താൽ അത് തിരിച്ചു കിട്ടും എന്ന് പറയുന്ന സാധനം അത് വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പം മധുസാറ് മധുസാറിനെ കുറിച്ച് ഞാൻ ചതിക്കാത്ത തോന്നുന്നുകൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്തായിരുന്നു. മിക്കവാറും ദിവസം നേരം വിളിക്കുന്നവരെ ഷൂട്ടിങ്ങാണ്. പക്ഷെ ഒരിക്കൽ പോലും മധുസാർ ഒരു കംപ്ലൈൻറ്റ് പറയുകയോ വയ്യാന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ മിക്കവാറും ഇടക്കിടയ്ക്ക് മധുസാറിൻ്റെ അടുത്ത് കണ്ടിട്ട് പറയും, സാറേ സോറി കേട്ടോ സാറേ ഇങ്ങനത്തെ അവസ്ഥയായിപ്പോയി, അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്, ഇത് നമ്മുടെ പണിയല്ലേ, ഇത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും അങ്ങനെ പറയുള്ളൂ. സോമായിട്ട് തന്നെ വെച്ചിട്ട് കാബൂളിവാല എന്ന് പറഞ്ഞ പടത്തിൽ നേരം വിളിക്കുന്നവരെ ഞങ്ങൾ കൊടും തണുപ്പത്ത് മറ്റേ ആർട്ടിഫിഷ്യൽ മഴയെടുത്ത് ആ കൊച്ചിനെ അന്വേഷിച്ച് കിടക്കുന്ന സീനൊക്കെ നേരം വിളിക്കുന്നവരെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ വറക്കാം, നമ്മൾ ബ്ലാങ്കറ്റൊക്കെ പുതപ്പിച്ചൊക്കെ ഇരുത്തി. അപ്പോഴും അവിടെ നമ്മൾ അടുത്ത് പോയിരുന്നിട്ട് സാറേ നമുക്ക് പറഞ്ഞിട്ട് അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ അഭിനയിക്കുമ്പോഴൊക്കെ നമ്മൾ ചെന്ന് കാലത്ത് ചെന്ന് വൈകുന്നേരം വരെ ഷോട്ടൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാളെ ഇടയ്ക്ക് വന്ന് അറ്റൻഡ് ചെയ്തിട്ട് സാറേ ഇങ്ങനത്തെ സിറ്റുവേഷൻ കൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, നിങ്ങൾക്ക് എപ്പോഴാണ് ഇന്ന് എനിക്ക് ഷോട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയും. അത് ആരാണെങ്കിലും പറയും. അതല്ലാണ്ട് വളരെ ചില്ലറ അനുഭവങ്ങളെ നമുക്കുണ്ടായിട്ടുള്ളൂ.